അപ്പോൾ നമ്മുടെ ലൈഫിൻ്റെ എല്ലാം മാറി. അപ്പം ഞാനിത് പറയാൻ പോകുന്നത് ഇതുവരെയും പറയാത്ത സാധനമാണ്. എന്തുകൊണ്ട് ഞാൻ ഇത്രയും സിനിമ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം എൻ്റെ റീഹാബാണ് ആക്ച്വലി. കാരണം എനിക്ക് റീഹാബിൽ പോയിട്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല. അപ്പം ഞാൻ തീരുമാനം എടുത്തു 2020 തൊട്ടിട്ട് ഒരു 3 വർഷം ഞാൻ നിർത്താതെ പണിയെടുക്കും. ഓക്കെ, ആ തീരുമാനമാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു ദിവസം പോലും ഞാൻ മദ്യപിക്കാറില്ല. ഞാൻ കൃത്യമായിട്ട് ഒരു ദിവസം പോലും ഞാൻ വർക്ക് ചെയ്യാതിരിക്കുന്നില്ല. കോവിഡ് കാലം അതിനെ ഹെൽപ്പ് ചെയ്തോ? കാരണം കോവിഡ് കാലം സാധനം കിട്ടാതെ വന്നല്ലോ, ഒരുപാട് ഹെൽപ്പ് ചെയ്തു. സാധനം കണ്ടെത്താൻ ആൾക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. അല്ല 2021 കോവിഡ്, 2020 തുടക്കം അല്ലേ? അതെ, 20 മാർച്ചൊക്കെ ആകുമ്പോൾ നമ്മൾ അതെ 2021 ലാസ്റ്റ് തൊട്ടിട്ട് 2 years 2.5 years ഞാൻ നിർത്തി കഴിഞ്ഞ 2020 കഴിഞ്ഞ മകള് ജനിച്ചു കഴിഞ്ഞപ്പോഴേക്ക് തന്നെ 2019 മകള് ജനിക്കുന്നത്. 2020 ആയപ്പോഴേക്ക് തന്നെ ഇത് നിർത്തി. 2021 കൊറോണ വന്നപ്പോഴേക്കും സാധനം കിട്ടുന്നില്ല, പരിപാടി കഴിഞ്ഞു. പക്ഷെ അവളുള്ളത് കൊണ്ട് ഞാൻ അറിയുന്നില്ല, ടൈം സ്പെൻഡ് ചെയ്യുന്ന പരിപാടി. പക്ഷേ വീണ്ടും വർക്കിലോട്ട് കടന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സിറ്റുവേഷൻസ് ആണ്. അതെ, ഇത് സാധനം പ്രത്യേകിച്ച് സിനിമാക്കാർ ഉണ്ടല്ലോ, സിനിമാക്കാരുടെ ഇടയിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും ഉണ്ട് വ്യാപകമായിട്ട് വരികയാണ്. അതിന്റെ കാരണം മറ്റൊന്നല്ല, ഈ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ഇത് ഈ പറഞ്ഞ അതൊരു രാഷ്ട്രീയമാണല്ലോ. നമുക്ക് ചോദിക്കാനും പറയേണ്ട ആൾക്കാർക്ക് പറയാനേ കഴിയുള്ളൂ. അപ്പം ആ രീതിയിൽ അത്തരം ഒരു വിപത്ത് ഇൻഡസ്ട്രിയിലുണ്ടല്ലോ. പക്ഷേ ഞാൻ 2021 ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ 2019 ആയപ്പോഴേക്കും 18 ആയപ്പോഴേക്കും കെമിക്കൽ സിന്തറ്റിക്കിലോട്ട് പോയി. സിന്തറ്റിക് ഞാൻ എൻ്റെ ഒരു 19 വയസ്സിൽ ഞാൻ വിട്ടതാണ്, 20 വയസ്സിലൊക്കെ ആയപ്പോൾ. ഞാൻ എൻ്റെ കോളേജ് സമയത്ത് ഞാൻ സിന്തറ്റിക്, കാരണം ഞാൻ ഭീകരമായിട്ട് സിന്തറ്റിക് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഭീകരം എന്ന് വെച്ചാൽ തിന്നുന്ന പോലെയായിരുന്നു. അങ്ങനെ നമ്മൾ 19, 20, 21 കാരണം സിന്തറ്റിക്കും കൂടെ വന്നപ്പോഴാണ്, മദ്യവും സിന്തറ്റിക്കും കൂടെ ഉള്ള സമയത്തായിരുന്നു എനിക്ക് ഈ പറഞ്ഞ അച്ഛനായിട്ടുള്ള ഇതിൻ്റെയൊക്കെ പ്രശ്നം വെച്ചാൽ. അല്ലെങ്കിൽ ശ്രീനിവാസനെ ഒരാൾ ഫോൺ വിളിച്ച് ചീത്ത വിളിക്കുമോ? ഒരിക്കലും പറ്റില്ല. ഒരു മലയാളി ചെയ്യൂല, അല്ലെങ്കിൽ ഒരാൾക്കും പറ്റില്ല. സ്വന്തം മകൻ അങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എനിക്കുണ്ടായിരുന്നു ഭീകരമായിട്ട്. ഞാൻ ചെയ്യുന്നതെന്ന് എനിക്ക് വലിയ ഒരു പിടുത്തമില്ല. പെട്ടെന്നുള്ളൊരു അഡ്രിനലിൻ റഷ്, എന്ത് പറയുന്നതെന്ന് അറിയില്ല, ഔട്ട് ബേസ്റ്റ് ഇതായിരുന്നു അന്നത്തെ. ഇന്ന് അതിൻ്റെ 1% പോലും ഇല്ല. കാരണം സിന്തറ്റിക് ഇറങ്ങിപ്പോയില്ലെങ്കിൽ, ശരീരത്തിനകത്ത് പോയില്ലെങ്കിൽ ഇതിങ്ങനെ കിടക്കും, ബ്ലഡിലിങ്ങനെ കിടക്കുന്ന പറഞ്ഞാൽ ഇതിങ്ങനെ റഷ് ഇടക്കിടക്ക് ഈ സാധനം. അപ്പം നമ്മളെ ഭയങ്കര സുപ്പീരിയോറിറ്റി സാധനം കയറും. ഇത് നമ്മളെന്തോ സംഭവമാണെന്നുള്ളൊരു സാധനം ഒന്നുമല്ല, ഇത് അടിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ആ സിന്തറ്റിക് ഞാൻ 19 എൻ്റെ 19-20 വയസ്സിന് കാണുമ്പോൾ അന്ന് കൊക്കൈനൊക്കെ ഉള്ളൂ. ഈ MDMA ഒക്കെ വളരെ ഇതാണ്. അപ്പം ഞാൻ 2020 കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ സിന്തറ്റിക്കിൽ ഭീകരമായിട്ടുള്ള മലയാള സിനിമയും ഓർഗാനിക് ഒന്നും ആർക്കും വേണ്ട. എനിക്ക് ആ വാക്ക്, എൻ്റെ പേര് പറയുന്നത് എനിക്ക് ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ. കാരണം ഞാനിപ്പോൾ ചോദിക്കുന്നതിന് തുറന്നു പറച്ചിലും എൻ്റെ ചോദ്യവും ഞാൻ എൻ്റെ തുറന്നു പറച്ചിലും പോലെ അത് ഉൾക്കൊള്ളേണ്ട ആൾക്കാരുണ്ടാവും, ചില ആൾക്കാർ. കാരണം ഇതിൽ ഉൾക്കൊണ്ട് ചിലപ്പോൾ നിർത്തുന്ന ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് മാത്രം ചോദിക്കുന്നത്. കാരണം എൻ്റെ ലൈഫ് തൊലച്ചത്, എൻ്റെ പഠനം ഇല്ലാതാക്കിയത്, എൻ്റെ പ്രണയം, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എല്ലാം തൊലച്ചത് സിന്തറ്റിക്കാണ്. അച്ഛനുമായിട്ടുള്ള ഫ്രിക്ഷൻ, അല്ലെങ്കിൽ ഞാൻ അത്രയും വിഷമിച്ചല്ല ഞാൻ അവസാനം ഞാൻ കരഞ്ഞത് ആ സമയത്തായിരിക്കും. അപ്പോൾ എനിക്ക് ഒരിക്കലും ആ കാലം ഞാൻ എൻ്റെ നശിച്ച കാലമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ലൈഫ് നമ്മൾ ഒന്നുമില്ലാതായിക്കളയും, ഏറ്റവും വലിയ നമ്മുടെ ശരീരം ഇല്ലാതായിക്കളയും. എന്തായാലും ഈ പറഞ്ഞാൽ ആരും ഒരു മേഖലയിലും അനിവാര്യ അല്ലാത്തൊരു കാലമാണ്. അപ്പോൾ അവിടെ ധ്യാൻ ഇത്രയും വർഷം അവിടെ എക്സിസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് നിങ്ങൾ ഇൻഡസ്ട്രിക്ക് ആവശ്യം ഉള്ളത് കൊണ്ട് കൂടിയാണ്. അല്ലെങ്കിൽ പ്രേക്ഷകർ ധ്യാനെ കാണുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട്. കാരണം ഞാൻ പാരലൽ ഇൻഡസ്ട്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു, കാരണം ഇത്രയും ഫെയിലിയേഴ്സ് ഉണ്ടായിട്ട്, ഇത്രയും ഇതുണ്ടായിട്ട് ഒരാൾക്കും ഒരു ഹിസ്റ്ററിയിൽ ഇത്രയും സിനിമ കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം എനിക്ക് ലൈനപ്പിൽ എൻ്റെ ഒരു 15 പടമുണ്ട് ചെയ്യാൻ വേണ്ടി. എനിക്ക് തന്നെ അറിഞ്ഞൂടെ ഞാൻ എന്താ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന എനിക്ക് ഇത്രയും സിനിമ ഉണ്ടെങ്കിൽ അതിനൊരു കൃത്യമായിട്ടൊരു ഉത്തരം വേണ്ട. അത്ര മോശം അവസ്ഥയിലാണോ സിനിമ? ആലോചിച്ച് നോക്ക്, മലയാള സിനിമ. കാരണം അതെന്തുകൊണ്ടാണ് ബാക്കിയുള്ള മെയിൻ സ്ട്രീം ആൾക്കാർ എത്തിപ്പെടാൻ പറ്റുന്നില്ല. എല്ലാവരും ഒരു ഗ്രൂപ്പിനകത്തും കംഫർട്ട് സോണിനകത്തും ഒതുങ്ങി സിനിമ ചെയ്യുന്നു. എല്ലാം പല പ്രശ്നങ്ങളുമില്ലേ. മൂന്നാമതൊരാളുടെ എൻ്റെ പെർസ്പെക്റ്റീവ്, എന്തുകൊണ്ട് എന്നിലേക്ക് ഇത്ര സിനിമ വരുന്നു എന്നുള്ള ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരങ്ങളാണ്. എന്തുകൊണ്ടായിരിക്കാം? കാരണം ഒരു വലിയ സിനിമ ഹൈപ്പ് ചെയ്തിട്ട് അത് ഭയങ്കര ഒരു ക്രിസ്മസിനോ ഓണത്തിനോ ഹൈപ്പ് ചെയ്തിട്ട് അത് പൊട്ടിച്ച് പണ്ടാരടക്കിച്ച് നാട്ടുകാരെ പറ്റിക്കുന്നതിനേക്കാളും നല്ലതാണ് ഇതുപോലത്തെ പരിപാടി. ഞാൻ അങ്ങനെ പറ്റിക്കാൻ വേണ്ടി ഒന്നുമല്ല സിനിമ ചെയ്യുന്നത്, എൻ്റെ അടുത്ത് വരുന്നത്. പിന്നെ ഞാൻ ചെയ്ത സിനിമകളെല്ലാം ഇറങ്ങിയ സിനിമകളൊക്കെ ബിസിനസ് ആയിട്ടുണ്ട്, സെല്ല് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഈ സിനിമ ഉൾപ്പെടെ. അപ്പോൾ അവർക്കത് പ്രശ്നമില്ല. പിന്നെന്താ, പിന്നെ 120 രൂപ കൊടുത്ത് കാണാൻ വരുന്ന ആൾക്കാർ. ഞാൻ അതാ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അങ്ങനെ കുറച്ച് പേര് വന്നു ഞാൻ അറിഞ്ഞു.
അവർ ദയവ് ചെയ്ത് എൻ്റെ ഇൻ്റർവ്യൂവിനോടുള്ള ഇഷ്ടം കൊണ്ട്, അല്ലാതെ എന്നോട് എന്തിഷ്ടം എന്തിനെന്നെ ഇഷ്ടപ്പെടണം, അല്ല ഞാൻ അവർക്ക് വേണ്ടി എന്തും ചെയ്തോ, ഇഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ കുറച്ച് ഇൻ്റർവ്യൂ കണ്ടിട്ട് അവർക്ക് എന്നോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഇഷ്ടം കൊണ്ട് എൻ്റെ സിനിമ കാണാൻ പോകരുത്. ഇന്ന് കൃത്യമായിട്ട് റിവ്യൂ സിസ്റ്റം ഉണ്ട്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് അഭിപ്രായത്തിൽ തന്നെ ആ പടം നല്ലതാണെന്ന് അറിയാം. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു റിവ്യൂവറിൻ്റെ ഒരു ക്രിട്ടിക്കിൻ്റെ റിവ്യൂ കണ്ടിട്ട് മാത്രമേ നിങ്ങൾ സിനിമയ്ക്ക് പോവുള്ളൂ. അത് ഞാൻ ഉൾപ്പെടെയുള്ള സിനിമ മേഖലയിലുള്ള ആൾക്കാർ ആളായിക്കോട്ടെ, അങ്ങനെ റിവ്യൂ ഉണ്ട് കണ്ടിട്ടല്ലേ നമ്മൾ പോവുള്ളൂ. അങ്ങനെയുള്ള റിവ്യൂസിനെ നോക്കിയിട്ട് പോയാൽ മതി. പക്ഷെ നടന്നുള്ളതിനപ്പുറത്തേക്ക് വ്യക്തിപരമായിട്ടുള്ള സുതാര്യത, ട്രാൻസ്പെറൻസി ഒരാൾ ഫീൽ ചെയ്യിപ്പിക്കുമ്പോഴാണ് അയാൾ ഈ പറഞ്ഞൊരു മനുഷ്യനാവുന്നത്. ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് അതാണ് ഞാൻ ഒരു ഏറ്റവും വലിയ കാര്യം, ഞാൻ ഇഷ്ടം ആഗ്രഹിച്ചിരുന്നില്ല. ഞാൻ ജീവിതത്തിൻ്റെ ഒരു കാലയളവ് മൊത്തം 25-27 വയസ്സ് വരെ ഞാൻ ഏറ്റവും വെറുക്കപ്പെട്ടവനായി ജീവിച്ച ആളാണ്. അതുകൊണ്ട് എനിക്കിതൊരു വിഷയമേ അല്ല. വെറുക്കപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അബാൻഡൻ ചെയ്യുമല്ലോ നമ്മൾ. അങ്ങനെയുള്ള ഒരാൾക്ക് ഇനിയുള്ള ഇപ്പോൾ പെട്ടെന്ന് കിട്ടുന്നൊരു ഇഷ്ടമൊന്നും എനിക്ക് ആ ഇഷ്ടം വേണ്ടതാനും എനിക്ക് ആ ഇഷ്ടം കൊണ്ട് എനിക്കൊരു പ്രത്യേകിച്ചൊന്നും ചെയ്യാനുമില്ല. പക്ഷേ ധ്യാൻ്റെ തുറന്നു കുറച്ചിലും ഈ പറഞ്ഞ പോലെ ഒരു ഉയർത്തെഴുന്നേൽപ്പെന്ന് പറയാം. ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു.